നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ടെന്ന് കുറവലങ്ങാട് പള്ളിയിൽ ഇന്ന് പ്രസംഗിച്ച അതേ പള്ളിയിൽ പിതാവ് പറഞ്ഞപ്പോൾ പിതാവിനെതിരെ ആക്രോശിക്കുകയും പിതാവിനെതിരെ പ്രകടനം നടത്തുകയും പിതാവിൻ്റെ രൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ CPM ഇടതുപക്ഷവും ഇടതുപക്ഷത്തോടൊപ്പം ഉള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അതുകൂടാതെ അവരാണ് 8 കേസുകൾ പിതാവിനെതിരെ എടുത്തത്. ഇടതുപക്ഷമാണ്. കോൺഗ്രസ് എടുത്ത നിലപാടെന്താണ്? VD സതീശൻ പിതാവിനെ തുറുങ്കിലടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലൊക്കെ ഇനി ഒരിക്കലും ഈ 2 മുന്നണിയിൽ നിന്നും ക്രൈസ്തവരായ ആളുകൾക്ക് നീതി കിട്ടില്ല എന്നുള്ള ചിന്ത ഉടലെടുത്തത് പിതാവിനെതിരെ നടന്ന അക്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ BJP എന്നുള്ള അല്ലെങ്കിൽ അന്ന് ആ നിലപാട് സ്വീകരിച്ചത് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJPയും അതിന് പിന്തുണ നൽകിയത് RSSുമായിരുന്നു. പിന്നെ PC ജോർജ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ പിതാവ് പറഞ്ഞ ആ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിക്കണം. പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് കോൺഗ്രസ് നമ്മളോട് ചെയ്തത് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ചെയ്തതെന്നും കൂടി നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വഖഫ് ബില്ല് വന്ന സമയത്ത്, വഖഫ് ഭേദഗതി ബില്ല് വന്ന സമയത്ത് കേരള കത്തോലിക്ക സഭ കേരളത്തിലെ എല്ലാ MPമാർക്കും കത്തയച്ചിരുന്നു. വഖഫ് ബില്ലിനെ എതിർക്കാൻ പാടില്ല, പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവർ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. പക്ഷേ അതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതുപോലെ FCRയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു FCR ഉണ്ടായി? ഇന്ത്യയിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ പൗരൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ വഴി മണിപ്പൂർ കലാപത്തിന് പണമെത്തി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോയി. ഇതെൻ്റെ മാത്രം അറിവാട്ടോ, ഒഫീഷ്യലല്ല. ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് പോയി എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ സർക്കാർ ദേശസുരക്ഷയെ തണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനത്തെ പോലും സഭയ്ക്കൊരു ആകുലതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ വലിയ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് FCR ബില്ല് മാറ്റിവെച്ചത്. സഭയുമായിട്ട് ചർച്ച ചെയ്യാനും സഭയുടെ ആകുലതകൾ കേൾക്കാനും മന്ത്രി കിരൺ റിജുവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ചർച്ചകളുമായി മുമ്പോട്ട് വരും. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ നമ്മളൊന്ന് ഒരു 2 പതിറ്റാണ്ട് കാലം ഒന്ന് പുറകോട്ട് പരിശോധിച്ചാൽ ക്രൈസ്തവരോട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള മഹത്തരമായ കാര്യങ്ങൾ, ഒന്ന് 2010 ഇപ്പോൾ ഈ പറയുന്ന FCR ബിൽ, 2013 ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ട്. ഇന്ന് മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ക്രൈസ്തവ സഭയിൽ നിന്നും ആളുകൾ ഏറ്റവും കൂടുതൽ വിദേശത്തായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ആ കസ്തൂരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വലിയ പ്രതിസന്ധിയാണ്. അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജോസ് കെ മാണി വലിയ ക്രൈസ്തവ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷമല്ലേ 2009 ചർച്ച് ആക്ട് കൊണ്ടു തുടങ്ങിയത്. അന്നും വലിയ എതിർപ്പിനെ തുടർന്നല്ലേ മാറ്റിവെച്ചത്. 2019 രണ്ടാമത് അതിൻ്റെ ശ്രമം ഉണ്ടായി. അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. 80-20 അനുപാതം, ഇപ്പോൾ VD സതീശൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ 80-20 അനുപാതത്തിനെതിരെ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസ് പിൻവലിക്കുമെന്ന് പറ. അത് ആരാ കേസ് നടത്തുന്നത്? സംസ്ഥാന സർക്കാർ കേസ് നടത്തുന്നു. അതിനെ സർവകക്ഷി യോഗം പിന്തുണച്ചു. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസും CPM ഒരേ നിലപാടെടുത്തു. ആ നിലപാട് സ്വീകരിച്ച ആരാണ്? അപ്പം അവിടെ 80-20 അനുപാതത്തിനെതിരെ ജനസംഖ്യ ആനുപാതികമായി ഇത് മൈനോറിറ്റി അവകാശങ്ങൾ വീതം വെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ കോൺഗ്രസും CPM ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാണ്. ക്രൈസ്തവരോട് കാണിച്ച വലിയ സ്നേഹമാണ്. അതുപോലെ KT ജലീൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ KT ജലീൽ മന്ത്രിയായിരുന്ന സമയത്ത് മൈനോറിറ്റി കമ്മീഷനിൽ എയ്തർ ഓർ എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെയർമാൻ ഒരു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ വൈസ് ചെയർമാൻ മറ്റൊരു വിഭാഗത്തിൽ നിന്ന്. അത് കേരള നിയമസഭയിൽ നിന്നും വളരെ എളുപ്പത്തിൽ എടുത്തു കളഞ്ഞപ്പോൾ ഇവരാരും ചോദിക്കാനില്ലായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് പ്രമേയം പാസാക്കി. ഇനി സ്വയംദിത്ത സ്കൂളിൽ ഹിജാബ് പ്രശ്നമുണ്ടായി. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും, ഇവിടുത്തെ മുഴുവൻ സൈബർ മീഡിയയും, ഇവിടുത്തെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒരുമിച്ച് ആക്രമിച്ചു. ഈ പറയുന്ന ഒരു നേതാക്കന്മാരെ അവിടെ കണ്ടില്ലല്ലോ. ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന
രമേശ് ചെന്നിത്തലയോ VD സതീശനെയോ IB ഈഡനെയോ സ്വന്തം MP അല്ലേ IB ഈഡൻ, ഇന്ന് എവിടെയായിരുന്നു IB ഈഡൻ? ദീപികയ്ക്കെതിരെ ഞാൻ എടുത്ത നിലപാട്, ഞാൻ ഒരടി പോലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ നിലപാട് തന്നെയാണ്. ദീപികയെ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന സാഹചര്യം KC വേണുഗോപാലും ദീപികയുടെ അസിസ്റ്റൻറ്റ് ചീഫ് എഡിറ്റർ നമ്മുടെ ജോർജ് കള്ളുവേലിലും ദീപികയിലെ എഡിറ്റോറിയൽ ബോർഡും കൂടി, ഇവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് സഭയുടെ ദീപികയുടെ മുഖപത്രം എഴുതിയാൽ അത് സഭയുടെ മുഖപത്രമാണ് എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു സംശയം വേണ്ട. റബ്ബർ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വിഷയങ്ങളൊന്നാണ്. ആരാണ് റബ്ബറിനെ ഈ തരുന്ന അവസ്ഥയെ കൊണ്ട് എത്തിച്ചത്? ഇവിടെ സിന്ദാബാദ് വിളിക്കുന്ന ഇപ്പോഴും റബ്ബർ കർഷകർ ഇപ്പോഴും കോൺഗ്രസ് സിന്ദാബാദ് വിളിക്കുന്നവരുണ്ട്, ഇടതുപക്ഷത്തിന് സിന്ദാബാദ് വിളിക്കുന്നവരുണ്ട്. ആരാണ് കൊണ്ട് റബ്ബറിനെ ഈ നിലയിൽ എത്തിച്ചത്? 1991-ലും 98-ലും UPA ഗവൺമെൻറ് ഒപ്പുവെച്ച ഘാട്ട് കരാറിൽ 40% വരെ ആക്കാമായിരുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ റബ്ബർ കമ്പനികളുടെ നിന്ന് കാശ് വാങ്ങി 25% നിജപ്പെടുത്തിയതാണ് റബ്ബറിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. പല പ്രാവശ്യം പല രീതിയിൽ നമ്മൾ ബന്ധപ്പെട്ടു. ഒരു കാരണവശാലും റബ്ബറിൻ്റെ ഇറക്കുമതിയെ നിയന്ത്രിക്കാൻ ഘാട്ട് കരാറിൽ ഒപ്പിട്ട് ഒരു രാജ്യത്തിന് അവകാശമില്ലാത്തതാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ റബ്ബറിന് ഇത്തരത്തിലുള്ളൊരു കഷ്ടതയ്ക്ക് കാരണം. ഇവർ സഹായിച്ച റബ്ബർ കമ്പനികൾക്ക് 1998-ൽ, നിങ്ങളൊന്ന് ഞാൻ പറയാതെ തന്നെ പേര് നിങ്ങൾക്കറിയാം, 1998-ൽ ആ റബ്ബർ കമ്പനിയുടെ ഷെയർ വാല്യൂ എത്രയായിരുന്നു, 2026-ൽ ആ കമ്പനികളുടെ ഷെയർ വാല്യൂ എത്ര നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആ 28 കൊല്ലം കൊണ്ട്, ഈ കഴിഞ്ഞ 28 കൊല്ലം കൊണ്ട് ഓരോ റബ്ബർ കർഷകനും കടക്കണിയിലായി, മക്കളുള്ളവർ വിദേശത്തും പോയി. ആ സമയം കൊണ്ട് ഇന്ത്യയിലെ റബ്ബർ കമ്പനികളുടെ, ടയർ കമ്പനികളുടെ ഷെയർ വാല്യൂ കഴിഞ്ഞ 28 വർഷത്തിനിടയിൽ 1000 മടങ്ങ് വർദ്ധിച്ചു. കർഷകർ പട്ടിണിയായ ഈ സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്ത സഹായം കൊണ്ട് ടയർ കമ്പനികളുടെ ഷെയർ വാല്യൂ 1000 മടങ്ങ് വർദ്ധിച്ചു. ഇതാണ് കോൺഗ്രസ് ക്രിസ്ത്യാനിക്ക് ചെയ്ത സേവനം.